കുറച്ച് എന്നെ അവൻ ചതിച്ചതാ, നജാഫ് ചതിച്ചതാ. ഞാൻ പറയുന്നത് മാത്രം സത്യം, മൊത്തം ചതിയാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ ചിരിച്ചും കളിച്ചും നിൽക്കും, അത് ആരുമില്ലാണെങ്കിലും. പണ്ട് മുന്നേ എൻ്റെ ക്യാരക്ടറാണ്. ഞാൻ ഫുൾ ഹാപ്പി ആയിട്ട് നടക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നുമില്ല. ഞാൻ ചെറുപ്പം മുതലേ നല്ലോണം പെയിൻ അനുഭവിച്ച് ജീവിച്ചവനാണ്. ഒരുപാട് എന്താ പറയുക, സാഡായിട്ടുള്ള ലൈഫ്, ഒരുപാട് കഷ്ടപ്പാടുള്ള ലൈഫ്, ഒരുപാട് ഭയങ്കര വേദനയുള്ള ജീവിതം തന്നെ അനുഭവിച്ച് ജീവിച്ചവനാണ്. എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് പോറ്റിയതാണ്. കുറേ പറയാനുണ്ട് എനിക്ക്. പക്ഷേ ഇത് മൊത്തം ചതിയാണ്. എന്നെ ചതിച്ചതാണ് നജാഫ്. അവൻ്റെ എന്നെ മനസ്സിലാക്കും. കുറച്ച് മൊത്തം ചതിയാണ്. എന്നെ അത്രയ്ക്ക് ഞാൻ എൻ്റെ ജീവനെക്കാളും കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിനക്കൊന്നും പറ്റരുത്, നിനക്കൊന്നും പറ്റിയ ഞാൻ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പക്ഷെ നീ മനസ്സിലാക്കണം, ഇത് മൊത്തം ചതിയാണ്. നജാഫ് പക്ക ഫ്രോഡാണ്. പക്ക എല്ലാം അവൻ ചെയ്ത് അവൻ കളിച്ചുണ്ടാക്കിയ ചതിയാണ്. നിന്നെ വിശ്വസിപ്പിക്കേണ്ടിയിട്ട് എന്തെല്ലോ കളികളാണ് കളിച്ചത്. മനസ്സിലാക്കുക, ഇതിലൊന്നും സത്യമില്ല. ഞാൻ നിൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ മരണം വരെ എൻ്റെ ഉള്ളിലുണ്ടാവും, സ്നേഹം ഉണ്ടാവും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. പ്രാന്താണ് നീ. മൊത്തം ചതിയാണ്. എനിക്ക് എന്നോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, എല്ലാം നീ മനസ്സിലാക്കണം. നീ സത്യമെല്ലാം അറിയണം. എനിക്ക് അതാ കുറച്ചുള്ളൂ. നീ എല്ലാം അറിയണം. ഞാൻ പാവമാണ്. ഇത്രയും കാലം ജീവിച്ചത് നീ എൻ്റെ കൂടെ മനസ്സിലാക്കും. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത്രയും കഴിഞ്ഞാൽ നീ എന്ന് വെച്ചാൽ പ്രാധാന്യം ഒരുപാട് കാര്യം പറയാനുണ്ട്. കുറച്ച് ജീവനെക്കാളും ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് പ്രാന്തും മഴയും എളുപ്പമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞാൽ മാത്രം സത്യം. ഇതാകുമ്പോൾ ജംഷീറും പക്ക ഫ്രോഡാണ്. ഫ്രോഡ് കളിയിലൂടെ മൊത്തം തെളിവുണ്ടാക്കിയാണ്, വേറെ ഒന്നുമല്ല. ഇതെല്ലാം ചതിയാണ്. ഞാൻ ഒന്നോ രണ്ടോ കുഞ്ഞു കള്ളത്തരങ്ങൾ പറയലാണ്ട് ഞാൻ പറയുന്നതെല്ലാം കള്ളത്തരമെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചത്. എന്നെ നിനക്കുള്ള വിശ്വാസം ഇല്ലാണ്ടാക്കാനുള്ള അവർ പക്ക പ്ലാൻഡാണ്. പക്ക റിയൽ ഫ്രോഡ്സാണ്. കുറച്ച് നജാഫ് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. അവൻ പക്ക ഫ്രോഡാണ്, പക്ക കള്ളത്തിലാണ് പറയുക. ഞാൻ പിന്നെ അവരോട് വർത്താനം പറയുന്നതെന്ന് വെച്ചാൽ, നജാഫിനോട് വർത്താനം പറയുന്നത് വെച്ചാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം തീറ്റ് മാത്രമേ. അല്ലാണ്ട് വേറെ ഒരു ഇതിനല്ല. എനിക്ക് എല്ലാം എൻ്റെ വിഡ്ഢിത്തരമാണ്. പക്ഷേ എല്ലാം എൻ്റെ വിഡ്ഢിത്തരം. ഞാൻ അവരോടൊരു കൂട്ടുവിടാൻ പാടില്ല. അവരോടെല്ലാം നജാഫിനോട് കൂട്ടുവിടാൻ പാടില്ലായിരുന്നു. അവൻ്റെ കാറും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നിന്നെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ അതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ എനിക്കെന്തെങ്കിലും ഹെൽപ്പാന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ കൂടിയത്. പക്ഷെ അവൻ വല്ലാത്ത ഫ്രോഡ് കളികളെ കളിച്ചത്. മുറിച്ച് ഇന്ന് വരെ നിൻ്റെ ഒരു ഒറ്റ ഉറുപ്പ്യ ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. എനിക്ക് വേണ്ട എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇത് സത്യമാണ്. ഇന്ന് വരെ എൻ്റെ ഉറുപ്പ്യ ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. ഇത് മൊത്തം നജാഫ് ജംഷീർ ഉണ്ടാക്കി. എനിക്കൊരു തേങ്ങ വേണ്ട. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല രീതിയിൽ പണിക്കെല്ലാം പോയിട്ട് ഹാപ്പിയായിട്ട് നടക്കണം. അതാണ് എനിക്കിഷ്ടം. വേറെ ആരാൻ്റെ ഇതൊന്നും കണ്ടിട്ട് ജീവിച്ചോണ്ടെന്നല്ല ഞാൻ. നജാഫിൻ്റെ ഉള്ള വർത്താനം മാത്രമേ അങ്ങനെയുള്ളൂ. എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ടീമാണ്. ശരിക്കും അവൻ്റെ ഉള്ളിൽ ചിന്ത അങ്ങനത്തെ ആൾക്കാരാണുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മ ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ട് പോറ്റിയതാണ്. ഞാൻ കഷ്ടപ്പെട്ടാൽ എൻ്റെ അമ്മേനെ കഷ്ടപ്പെട്ടാണ്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. ഇതെൻ്റെ പക്ഷേ എനിക്ക് എന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് ഇത് മൊത്തം ഫ്രോഡുകളാണ്. ഞാൻ അവനോട് ഹാപ്പിയിൽ സംസാരിക്കുന്നൊന്നുമല്ല. എൻ്റെ ഉള്ളിലെ വേദന വെച്ചിട്ട് പുറത്ത് ഞാനിപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാട് സംസാരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ നല്ല തീക്കണൽ പോലത്തെ വേദന ഉണ്ട്. മൊത്തം ചതിയാണ്. എനിക്കതാണ് പറയാനുള്ളത്. മൊത്തം ചതിയാണ്. ഞാൻ എത്രത്തോളം ഞാൻ വേദനിച്ചെന്നറിയാത്ത ഉരുക്കം പിടിക്കുന്ന പ്രാന്തനെ പോലെയാണ്. അല്ലെങ്കിൽ എനിക്കറിയാത്തതുകൊണ്ടാണ്. അന്നും അലയുന്നുണ്ട്, ഇന്നും അലയുന്നുണ്ട്. ഉള്ളിൽ നല്ല തീ പോലത്തെ വേദന ഉണ്ട്. പിന്നെ എന്തെങ്കിലും ആൾക്കാരോട് കുറച്ച് വർത്താനം പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു കുന്തവും ഇല്ല. എൻ്റെ മനസ്സ് അത്രയ്ക്ക് ഞാൻ എന്നെ സ്നേഹിച്ചതാണ്. പക്ഷേ എനിക്ക് അത്ര ജീവൻ ഞാൻ പറയാനൊന്ന് കേൾക്കത് മൊത്തം നജാഫും ജംഷീറും പക്ക ഫ്രോഡാണ്. ഉണ്ടാക്കിയ കളികളാണ്. എനിക്ക് എൻ്റെ ഒരു തേങ്ങ എനിക്ക് വേണം. പക്ഷേ നീ സത്യമാണ്. പക്ഷേ ഇതിന് ഞാൻ എന്നോട് പറയുമ്പോൾ അവർ അതേ രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, പൈസക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചൊറ ഉണ്ടാക്കും നജാഫ്. പൊട്ടനായി ഞാൻ അതിൽ വീണും പോകും. പക്ഷെ ഇതൊന്നും സത്യമല്ല. ഇതൊന്നും എൻ്റെ കയ്യിൽ എനിക്ക് തുള്ളി വേണ്ടെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ അല്ല. എനിക്ക് ഇനി എൻ്റെ കൂടെയുള്ള സാമീപ്യം, നിൻ്റെ സ്നേഹം, അതാണ് എനിക്ക് ഏറ്റവും വലുത്. ലോകത്ത് എനിക്ക് വിലമതിക്കാൻ പറ്റാത്ത അത് മാത്രം. അല്ലാണ്ട് എനിക്കൊരു തേങ്ങ ഒരു മാങ്ങ എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഇവരെ പോലെ എന്നല്ല ഞാൻ. അങ്ങനെയാണ് എനിക്കിപ്പോൾ എത്രയോ കുട്ടികളുമാണ് നോക്കിയില്ല അതിനൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരു പെണ്ണാണല്ലോ പോയത്, അമ്മേൻ്റെ നിർബന്ധപ്രകാരമാണ്. അത് അൽഫിയെല്ലാം പോയ ടൈമിൽ പ്രാന്തനായിട്ട് ഉള്ളതിലും ഇത്തിരി ഒരു സമാധാനം തന്നെ അൽഫിയലും ഓരോന്നും തീരെ തന്നെ വേണ്ടാന്ന് വെച്ച ടൈമിന് ഒരു പെണ്ണാണ് പോയത്. അതന്നെ എന്നെ ചിരിച്ചും കളിച്ചും പോയത്. ഒരിക്കലും എനിക്കറിയാതെ സെറ്റാവില്ല, കിട്ടുകയില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ടൈം പാസിന് വേണ്ടി മാത്രം പോയത്. അത് അന്നത്തോടുകൂടി എനിക്ക് ആ ബ്ലോക്ക് ഇടാൻ പറ്റി. പറഞ്ഞ് എന്താ പറയുക, എൻ്റെ ചുറ്റി ഇടവല്ല, എൻ്റെ ഇടവലത്തിൻ്റെ മേലെ തന്നെ എത്തി. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ആലോചിച്ചത്, എന്താ ആൾക്കാരാണ് ഇങ്ങനെയാണോ പെണ്ണാണോ പറഞ്ഞത്. എനിക്ക് കുറേ കച്ചറപ്പാടുണ്ടാക്കിയിട്ട് പക്ക എനിക്കറിയാം എനിക്ക് ഇതിനൊന്നും എനിക്കാവില്ല. ഒരു 100% എനിക്കാവില്ല. ഞാനത് പറയുകയും ചെയ്തു. എന്നെ പറയുന്ന ഒരിക്കലും എന്നെ പെണ്ണ് കാണിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കില്ല. നീ വേണ്ടിക്കാൻ പറയുന്ന എല്ലാം കുറിച്ച് നിൻ്റെ ആഗ്രഹം ഞാൻ കെട്ടണം എന്നായിരിക്കും. പക്ഷെ എനിക്കറിയാത്
പക്ഷേ ഇത് ചതിയാണ്. എനിക്ക് നീ ഈ സത്യം മൊത്തം തെളിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എനിക്ക് മാക്സിമം എനിക്ക് വേണ്ട സമാധാനം. ഞാൻ ചെയ്യാത്ത തെറ്റിന് ഇത്രയും ക്രൂരത ഞാൻ അനുഭവിച്ച് വിട്ടിരിക്കുന്നു. നജാബ് നിമിഷം പക്കാ ഫ്രോഡ്. നീ അറിയണം, നീ സത്യമല്ല അറിഞ്ഞിട്ട് എന്നെ സത്യം എഴുതലാണ് ഞാൻ അറിയുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് അത് മതി മുറിച്ച്. ഞാൻ ഇത്രയ്ക്ക് നീ പറയുന്നത് എന്ത് തേങ്ങ വാങ്ങി ഞാൻ കേട്ടോളാം മുറിച്ച്. പക്ഷേ നീ സത്യം അറിയണം, എനിക്കത് മാത്രമേ പറയുള്ളൂ. നീ സത്യം അറിയണം, നീ അറിയാണ്ടായി പോരുത്. നീ എല്ലാം അറിയണം. നിൻ്റെ ജീവിതം നമ്മളെ സ്നേഹിച്ചതിന് അർത്ഥമില്ലാണ്ടായി ഇപ്പോൾ കണ്ട നായ്ക്കൾ കളിച്ച കളിയാണ് മുറിച്ച്. നജാബ് സംബന്ധിച്ചിട്ട് പക്കാ ഫ്രോഡുകളാണ്. നായ്ക്കൾ കളിച്ചതാ. ഇതിൽ സോനയും പാർട്ടായിട്ടുണ്ടാവും, എനിക്കറിയാം, ഉറപ്പാണ്. ഇവരെല്ലാം ക്യാരക്ടർ വൈസ് വെച്ചിട്ട് എനിക്ക് നല്ലോണം ഉറപ്പാണ്. ഞാൻ മാത്രം മുറിച്ച് സത്യം, ഞാൻ മാത്രമേ സത്യം. എനിക്ക് ഇതിനോട് ഞാൻ മാത്രമേ സത്യം മുറിച്ച്. നജാഫ് പക്ക ഫോണാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. മൊത്തം ചതിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള കുറച്ച് ടെൻഷനാണ് ഇപ്പോൾ. എനിക്കൊന്നും പറ്റരുത് മുറിച്ച്. എനിക്കൊന്നും പറ്റിയാലും ഞാൻ ഒരിക്കലും ജീവനോട് ഉണ്ടാവും. ഞാനിപ്പോൾ ജീവനോടുള്ള തന്നെ നീ ഉള്ളതുകൊണ്ടാണ്. എനിക്കൊന്നും പറ്റരുത്. നിൻ്റെ ഒരു ഓൺലൈൻ എൻ്റെ ഒരു സമാധാനം തന്നെ. കണ്ടിന്യൂട്ടത് വരുന്നില്ലെങ്കിൽ നിന്നത് കാണുമ്പോൾ എനിക്ക് ജീവൻ തിരിച്ചിട്ടുന്നൊരു ഫീലാണ്. ഞാൻ ഉരുക്കി കുത്തിരിക്കാൻ ഒരു മാസം വരെ നിന്നെ കണ്ടെങ്കിലും എൻ്റെ ഒരു മാസം കഴിഞ്ഞാൽ എനിക്ക് ഉരുക്കാണ്. പിന്നെ ഞാൻ എന്തോ രീതിയിലാണ് നിൽക്കുന്നത്. നിന്നൊന്ന് കണ്ടാലേ എനിക്കൊന്ന് നോക്കിയാൻ പറ്റുന്നുണ്ട്. അത്ര ഇഷ്ടമാണ് എനിക്കൊന്ന്. പ്രാന്താണ് കുറച്ച്. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. ഇത് ഇന്ന് വരെ ഒരാൾ ഞാൻ പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാക്കി. മൊത്തം ചതിയാണ്. ഞാൻ ചവിട്ടും പക്ക ഫ്രോഡിനാണ്. ഇതാരെങ്കിലും അരിയത്തുണ്ടെന്ന് ചോദിച്ച് പറയിക്കുന്നതെന്ന് പറയേണ്ടത്. ഓൻ അങ്ങനത്തെ ആൾക്കാരാണ്. സത്യം ഞാൻ അന്ന് നിന്നെ കുറച്ച് വൈകിപ്പോയെങ്കിൽ ഞാൻ എന്നോട് പറയേണ്ട കാര്യങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ അതെല്ലാം വേറെ രീതിയിൽ അവരെടുക്കുന്നത്. അവരുടെ നിന്നെ വിശ്വസിപ്പിക്കേണ്ടിയിട്ടാണ് അവരെന്നെ പച്ചക്കെന്നെ തിന്നു കൊടുക്കുന്നതിൻ്റെ ഇറച്ചി. പച്ചക്ക് ഫ്രോഡിനാണ് കുറച്ച്. നജാഫ് പക്ക ഫ്രോഡിനാണ്. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഞാൻ നജാഫ് നല്ലോണം അറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലോണം അറിയാം. പക്ഷേ നിന്നെ കേൾപ്പിക്കേണ്ടില്ല തെളിവുകളാവും പറയുന്നില്ല. എനിക്കും അതറിയാം. ഞാൻ സ്കിപ്പടിച്ച് കളി നമ്മൾ പറയുന്നത് ഞാനധികം കാര്യമാക്കിയില്ല. സ്കിപ്പടിച്ച് കളിയാണ്. പക്ഷേ സത്യാവസ്ഥ ഇതൊന്നുമല്ല. ഞാൻ എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്ന എനിക്ക് നിൻ്റെ കണ്ണിലൊക്കെ എനിക്കറിയാം. നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ എത്രത്തോളം നിനക്കും അറിയാം. അതിൻ്റെ ഉള്ളിൽ കളിച്ച കളികളാണ് കുറച്ച്. നടുവിൽ ആൾക്കാരുണ്ട്. എങ്ങനെ തന്നെയാണ് ലൈഫ്. സത്യം ഞാൻ നീ നിന്ന് സംസാരിച്ച് തീരുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് മൊത്തം. പക്ഷേ എനിക്ക് എന്നോടൊന്ന് സംസാരിക്കാൻ കുറച്ച് ഇതേതാവും. നിനക്ക് വേണ്ടിയിട്ട് ഒറ്റത്തവണ എന്നോട് നീ സംസാരിക്കുക. നിനക്കൊരു പ്രശ്നം ഞാൻ ഉണ്ടാക്കില്ല. നെറ്റ് കോളാണോ എന്ത് കോളാണോ കുഴപ്പമില്ല. എനിക്ക് എന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുക. അവരൊരിക്കലും നീ എന്നെ സമ്മതിക്കില്ല സംസാരിക്കും. കാരണം വെച്ചാൽ അവരെ കള്ളി പൊളിയുന്നവർക്ക് നല്ലോണം അറിയാൻ വേണ്ടി അവർ സമ്മതിക്കില്ല. വിഡ്ഢിയായി ഞാനത് പറയുകയും ചെയ്തു. ഒരു കോളിൽ മുർഷി എന്നെ വിളിച്ചാൽ തന്നെ അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും പറയാമെന്നുള്ള. അല്ല മുർഷി, ഞാൻ വിശ്വസിക്കുക. എനിക്ക് എന്നോട് സംസാരിച്ചാൽ എനിക്ക് എന്നോട് പറയേണ്ടതെല്ലാം പറയണം. നീ എനിക്ക് കേൾക്കണം. മുർഷി, നീ അനുഭവിച്ചൊരവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കറിയാലോ. എനിക്ക് ഉള്ളിൽ ചെതറുന്ന വേദന. എനിക്ക് എന്നോടൊന്ന് സംസാരിക്കണം മുർഷി. വിങ്ങി പൊട്ടാണ്. പല ടൈമിൽ എനിക്ക് എൻ്റെ കൺട്രോൾ പല തരത്തിലും നഷ്ടപ്പെടുന്നുണ്ട്. അത്രയ്ക്കും പെയിൻ എനിക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി എന്നോട് സംസാരിച്ചാൽ മതി. എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഒരാളോട് ഞാൻ ഒന്നും പറയില്ല. നീ എന്നെ സംസാരിച്ച് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയില്ല. അന്ന് തന്നെ എനിക്ക് വിഡ്ഢിയായി പോയതിനെ കുറിച്ച് എനിക്കറിയില്ല. നീന്ന് വെച്ചിട്ട് ഞാൻ തലയിൽ കയറ്റി വെച്ചിട്ട് എനിക്ക് ഓവറായിട്ട് ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഗൾഫിൽ പോയി. അതേ അവസ്ഥയിൽ തന്നെ തിരിച്ച് വന്നാലും അതേ അവസ്ഥയിൽ തന്നെ. നിൻ്റെ കല്യാണത്തിൽ ഞാൻ ഇവിടെ പയ്യോളി കടപ്പുറത്ത് പോയി കാരണതാണ്. എനിക്ക് എൻ്റെ ഷുഹൈബ് എനിക്ക് കത്തയച്ചു തന്നിരിക്കുന്നു. ആ കത്തിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടമായിട്ട് എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ വണ്ടിയില്ല, തേങ്ങയില്ല. എനിക്ക് അറിയില്ല മുർഷി. എനിക്ക് എന്നൊരു റീസണല്ല എനിക്കറിയാം. പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഞാൻ മതവും ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കടിഞ്ഞാൻ നമുക്കിടയിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി പോയി. ഞാൻ അത്ര പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. എനിക്കെൻ്റെ ജീവനം നീ എന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എനിക്ക് അത്ര പേരുണ്ട്. ഞാൻ എൻ്റെ ജീവിതം മൊത്തം ഞാൻ അത്രയും സ്നേഹിച്ചതാണ് കുറച്ച്. എനിക്ക് അത്ര ഇഷ്ടമാണ്. അഭിനയിക്കുന്നൊന്നുമില്ല. ടൈറ്റിൽ പറയും. ഞാൻ എൻ്റെ ഉള്ളിൽ നല്ല പേരുണ്ട്. എനിക്കെന്നോടൊന്ന് സംസാരിക്കണം. ഒറ്റത്തവണ എനിക്കൊന്ന് സംസാരിക്കണം. ഒറ്റത്തവണ എന്നോട് സംസാരിക്കണം. വേറെ ഒന്നും വേണ്ട. ഒരേ ഒരു തവണ മാത്രമേ എൻ്റെ മുർഷിനോട് എനിക്ക് സംസാരിക്കണം. ഒറ്റത്തവണ സംസാരിച്ചാലും എനിക്കൊരു സമാധാനം കിട്ടും. സത്യാവസ്ഥ നീ അറിയണം. എന്താണ് സത്യാവസ്ഥ എന്നല്ല. അതാണ് എനിക്കുള്ളൂ. വേറെ ഒന്നുമില്ല. നീ എല്ലാം അറിയണം. ഇവരെ ചതികളിൽ പെട്ടിട്ട് നീ എന്നെ വെറുത്തുകൊണ്ടിരിക്കുക. മുർഷി, ഇതൊന്നും സത്യമല്ല. നീ എനിക്ക് ഓൺലൈനിൽ വരുമ്പോഴുള്ളത് ഞാൻ മെസ്സേജ് അബൌട്ട് ചെയ്തുമ്പോൾ നീ ഓൺലൈനുണ്ടാവും. അപ്പം വാട്സപ്പിൽ ഞാൻ എനിക്കൊരു ഹാപ്പി അതിന് വേണ്ടിയിട്ടില്ല. ഞാൻ ഡാൻസ് തുള്ളലും കാര്യങ്ങളും അല്ലാണ്ട് എനിക്ക് വേറെ തരത്തിലൊരു നേട്ടം ഉണ്ടായിട്ടില്ല. ഞാൻ ഹാപ്പിയായി നടന്നു വന്നു. അത് മനസ്സിലാക്കി. എനിക്കൊരു തേങ്ങയും വേണ്ട കുറച്ച്. എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് തന്നിക്കൂല. എനിക്കിട്ട് വേണ്ടെന്ന് ഞാൻ പച്ചക്കറി ഇങ്ങനെയും പറഞ്ഞാൽ വളച്ചൊടിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞാൽ എനിക്ക് വേണ്ട. അത് തേങ്ങയും വേണ്ട. എനിക്ക് നിന്നോട് സംസാരിച്ചാൽ മാത്രം മതി.
എനിക്കിനോടൊന്ന് സംസാരിച്ചാൽ മാത്രമേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്നോടൊന്ന് സംസാരിക്കുക, എല്ലാം ക്ലിയറാക്കുക. ചതി എന്താ നടന്നതെന്ന് നീ അറിയണം മുർസി. എൻ്റെ അവകാശമല്ല അത് മുർസി. നീ പറ, നിൻ്റെ അരുണ നിന്നോട് ചോദിക്കുന്നു. ഒരു തവണ എനിക്ക് നിന്നോട് സംസാരിക്കണം, ഒരേ ഒരു തവണ. എൻ്റെ ജീവൻ പോയാലും അന്ന് പറഞ്ഞ പോലെയല്ല, ഒരു കാലത്തും ഞാനത് ഒരിക്കലും എനിക്ക് അറിയില്ല എന്നെ എന്ത് കാര്യവും ഞാൻ പുറത്ത് പറയില്ല. നീ എന്നോട് സംസാരിച്ചെന്നുള്ള അന്ന് ഹായ് നജാഫിനോട് ഞാൻ അറിയാണ്ട് പറഞ്ഞു അയടി. ഷുഹൈബിനെ പിന്നെ വിശ്വാസം കൊണ്ട് പറഞ്ഞത്, അതവൻ വിശ്വസിക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. അവൻ പറയും നീ ഞാനൊരു കണക്ഷനും ഇല്ല എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് മാത്രം പറഞ്ഞത്. എനിക്ക് നിന്നെ ഈ ഊരാക്കുടുക്കത്തെ രക്ഷിച്ചെടുക്കാൻ വേറെ വഴിയില്ല, എല്ലാ സത്യം അറിയിക്കാൻ അവനേനുള്ളൂ. അവൻ പറഞ്ഞു നീ ഞാനും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവനോട് പറഞ്ഞത്. മുർസേനെ വിളിച്ചിരുന്നു. എന്നെ ദ്രോഹിക്കണമെന്നൊന്നും ഞാനൊരു മനസ്സിപ്പോഴും ചിന്തിച്ചില്ല. അവരെന്തെങ്കിലും പുതിയ കളികൾ കളിച്ചിട്ട് എൻ്റെ പേറ്റ് കൊണ്ടിട്ടുണ്ടാവും, അതെനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ഫ്രോഡുകളാണ്. പിന്നെ ഈ ഹാക്കിങ്ങും കാര്യങ്ങളിലും നജാഫിനോട് ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ കുറേ കാര്യം പറയാനുണ്ട്, തിങ്ങി നിൽക്കുക തല നിറച്ച്. ഞാൻ എന്താണെന്ന് വെച്ചാൽ അവനിങ്ങനത്തെ ചെയ്തിക്കോന്ന് അറിയണ്ടിട്ട്, അവന് ഇത്ര ഈനിൽ എത്ര ക്ലോളജ് ഉണ്ട് എന്ന് അറിയേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ശ്രമിച്ചത്, അല്ലാണ്ട് വേറൊന്നുമില്ല. അവൻ്റെ അറിവ് പഠിക്കേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ശ്രമിച്ചത്, വേറെ തേങ്ങയല്ല. പക്ഷെ അവൻ്റെ ലവറെ ഫോണിലെല്ലാം അവരിന്ന് കയറ്റി കൊടുത്ത് ഫോൺ റൂട്ട് ചെയ്യുമെന്ന് പറയാം, അതെല്ലാം അവൻ ചെയ്തിട്ട് അവനറിയാം, എല്ലാം അവനറിയാം. ഇനി ഐഫോൺ ആയതുകൊണ്ട് നീ പേടിക്കണ്ട, ഐഫോൺ കുഴപ്പമില്ല. മറ്റേ ആൻഡ്രോയിഡ് ഫോണെല്ലാം അങ്ങനെ എൻ്റെയും ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ക ഫ്രോഡാണ് മുർസി, ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരിക്കലും മൊത്തം ചതിയാണ്. ഞാൻ സംശയം പക്ക ഫ്രോഡാണ് മുർസി. ഞാൻ പറഞ്ഞത് മാത്രം സത്യം, എന്നെ മനസ്സിലാക്കണം, അത് മാത്രം സത്യം.